ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നുണ്ടല്ലോ പുതിയൊരു സീരീസ് തുടങ്ങാൻ പോകുന്നത്, അതും മൈൻക്രാഫ്റ്റ്. നിങ്ങളെല്ലാവരും കമൻറ്റ് ഇട്ടായിരുന്നു മൈൻക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ സീരീസ് തുടങ്ങാൻ. അപ്പോൾ നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റ് സീരീസാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വേൾഡൊക്കെ ഒരു പേര് കൊടുക്കാം. നമുക്ക് ഈ പേര് അതിൽ വേണ്ട, നൂബ് വേൾഡ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഗൈസ് നിങ്ങളൊരു കാര്യം ചെയ്യൂ എന്നാന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഒരു നല്ല പേര് ഇതിനെ കണ്ടുപിടിക്കുക. അതുപോലെ ഞാൻ ഇടുന്നതിനെക്കാട്ടും ഇപ്പോൾ നമ്മുടെ വേൾഡ് മൈ വേൾഡ് കിടക്കട്ടെ. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഈ വേൾഡിന് പറ്റിയൊരു പേര് നിങ്ങൾ കണ്ടുപിടി. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ഈ എപ്പിസോഡ് എന്നും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും ഈ എപ്പിസോഡ് ഇരുന്നതായിരിക്കും. കുറച്ച് ദിവസം ഇല്ലായിരുന്നു ഗൈസ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പനിയും ജലദോഷവും ചുമ ഇതൊക്കെയായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇനി വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അതുമാത്രമല്ല എനിക്ക് ചെറിയ തൊണ്ടുവേദനയും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീഡിയോയ്ക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക് ഒരു 500 ലൈക്കാണ്. എല്ലാവരും ലൈക്ക് അങ്ങ് അടിച്ചു വിടുക. ഓക്കെ, നമ്മൾ മൈൻക്രാഫ്റ്റ് എത്തി. എനിക്കറിയത്തില്ല എന്നാ ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്തായാലും വുഡ് വെട്ടാനിരിക്കും അല്ലേ വുഡ് വെട്ടാനിരിക്കാം. ഫുഡ് കിട്ടുന്നില്ലല്ലോ. ന്യൂ റെസിപ്പി അൺലോക്ക്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി അറിയത്തുള്ളൂ മൈൻക്രാഫ്റ്റിനെ കുറിച്ച്. ബാക്കിയെല്ലാം നിങ്ങൾ വേണം പറഞ്ഞു തരാൻ. അപ്പോൾ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ മൈൻക്രാഫ്റ്റ് കളിക്കാനുള്ള പറഞ്ഞു തരാനൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. പിന്നെ വേണ്ടത് നമുക്ക് ടൂൾസും ബെഡും ആണെന്ന് എനിക്കറിയാവുന്നത്. ബെഡ് വേണമെങ്കിൽ നമുക്ക് ഷീപ്പിനെ വേണം. ഷീപ്പ് വല്ലതും കാണണം. ഷീപ്പിന് വല്ലതും കണ്ടായിരുന്നു. നമ്മളെന്നിട്ട് ഈ സാധനം തീർന്നു. അതുകൊണ്ട് ഷീപ്പല്ലേ ഫസ്റ്റ് ഷീപ്പിനെ കിട്ടി. 3 ഷീപ്പിനാണ് ബെഡ് ഉണ്ടാക്കാൻ വേണ്ടി ആണെന്ന് തോന്നുന്നു. ഈ വെള്ളത്തിൽ ചാടില്ല ഷീപ്പ്. അയ്യോ, അവൻ വെള്ളത്തിൽ ചാടിപ്പോയി. അയ്യോ, ഫസ്റ്റ് ന്യൂ റെസിപ്പി അൺലോക്ക് ആയിട്ട് കിട്ടി. നമുക്ക് ആദ്യം ഇവിടെ പോയിട്ട് വുഡ് ഇവിടെ വെക്കണം. എന്നിട്ട് നമ്മൾ ഈ പ്ലാങ്ക് ആയിട്ട് എടുക്കണം. ഓക്കെ, 44 പ്ലാങ്ക് കിട്ടി. ഇതിവിടെ ഇരുന്നോട്ടെ. അതിന് നമ്മളൊരു ക്രാഫ്റ്റിംഗ് ടേബിളും 8 സ്റ്റിക്കും അല്ല 4 സ്റ്റിക്ക് ഇവിടെ പോയിട്ട് നിങ്ങൾ ചിലവരുണ്ട് നമ്മൾ ഈ താഴോട്ട് പിക്കാസ് മാത്രം ഇട്ടിട്ട് കുഴിച്ചു പോകുന്നു. സ്റ്റോൺ കിട്ടും. എനിക്കറിയാം, ചിലവർ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോൺ വെച്ച് നമുക്ക് എന്ത് വേണേൽ ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. സ്റ്റോൺ ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. സീനില്ല. പിന്നെ ഈ കോപ്പർ മാറിയിട്ട് വേറെ എന്ത് ഇത് വന്നിട്ടുണ്ടെന്ന് ഞാൻ ഓർത്തു. കോപ്പർ മാറിയിട്ട് പക്ഷെ കോപ്പർ കോള് വെച്ച് നമുക്ക് ചൂടാക്കാൻ ഇതിനൊക്കെ പറ്റും നിങ്ങൾ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. മൈൻക്രാഫ്റ്റ് കളിക്കാൻ വലുതായിട്ടെല്ലാം അറിയത്തില്ല. കോള് വേണം. ഫുഡൊക്കെ ചൂടാക്കാൻ കോള് ആവശ്യമുണ്ടെന്ന് അറിയാം. 3 കോളയുള്ളൂ. 4 പക്ഷെ 4 കോളയുള്ളൂ. 4 അല്ല 28 ഇതെടുത്തിട്ടുണ്ട്. നമുക്കിത്
കയറി കയറി നല്ല ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് ഒരു പിക്കാക്സും സ്റ്റിക്കില്ലല്ലേ ഒരു സ്വാഡും ഒരു ആക്സും. നമുക്കിതൊന്ന് ക്ലീൻ ആക്കി വെക്കാം കേട്ടോ. പിക്കാക്സ്, ആക്സ്, സ്വാഡ് അല്ല ആക്സ് അല്ല ഈ ബ്ലോക്ക് കോൾ ഇവിടെ ഇരിക്കട്ടെ, ഈ ബ്ലോക്ക് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ ആയിട്ട് എന്നിട്ട് ഇത് വെച്ച് നമ്മളിത് ക്രാഫ്റ്റിംഗ് ടേബിളാക്കി. ഓക്കെ ഫുഡ് ലെതർ എന്തോ കിട്ടിയല്ലോ. ലെതർ ലെതർന്ന് ലെതർ കിട്ടി. അത് ഷീപ്പല്ലല്ലോ, പശുവിനെ കൊല്ലുമ്പോൾ കിട്ടുന്നതാണ് ഷീപ്പ്. അയ്യോ ഷീപ്പിന് അതാണ്ട് ഷീപ്പ് ഉണ്ട്, 2 ഷീപ്പ്. ബെഡ് ഉണ്ടാക്കാനായി. ഓക്കെ 1 അല്ല 2ആയി. ഷീപ്പ് ബെഡ് ഉണ്ടാക്കാറായി. അപ്പുറത്ത് വേണത്തെയും കൂടെ കൊന്നിട്ട് കിട്ടിയോ? കിട്ടി. ഞാനിവിടെ ഇവിടെ പശുവിനെ കണ്ടായിരുന്നല്ലോ. അതാണ് പോയി അവിടെ വരയ്ക്കും പശുക്കുട്ട. ഓക്കെ പശുവിനെ കൊന്നു. നമുക്കിനി ബെഡ് ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിളാണല്ലേ, ഞാൻ മറന്നു. ഓക്കെ നമുക്കിപ്പോൾ ബെഡല്ല ആവശ്യം. അതാണ്ട് ബെഡ് കിട്ടി. ടോർച്ച് ഉണ്ടാക്കാമല്ലേ? 4 ടോർച്ച് ഇരിക്കട്ടെ. തീർന്നു. മറ്റേ ഇതുണ്ടാ ഇത് ഫണ്ണസ് പിന്നെ പേരിന് ഫണ്ണസ്. എത്ര വേണം പോരെ? വേണം മതി ആയിരിക്കുമല്ലോ. പക്ഷെ എൻ്റെ ഈ ചൂടാക്കാനുള്ള കോളി ഞാൻ ടോർച്ച് ഉണ്ടാക്കിയല്ലോ. അയ്യോ അത് വെച്ചിട്ട് പണിയായില്ലേ? അത് വെച്ചാൽ ഫുഡ് വെച്ച് ഇങ്ങനെ ആക്കാല്ലേ? എന്നാൽ കാര്യം ചെയ്യാം. ഞാൻ വെച്ചേരും. ബെഡില്ലേ? ഇത് വെച്ചു ഒന്ന് നമ്മുടെ ഫുഡ് തീരാതെ ഇത് മാറ്റിക്കാം. എന്നിട്ട് ഇത് ഇച്ചിരി കൂടെ കൂടുതലുള്ള ഇത് നമുക്ക് ചൂടാക്കാം. ഇതൊന്ന് ക്ലീൻ ആക്കി വെക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഇരുന്നു. ഇത് നമ്മൾ കുറേ എപ്പിസോഡ് ഇടുന്നുണ്ടായിരിക്കും ഗൈസ്. അതുകൊണ്ട് നമ്മൾ എപ്പിസോഡ് ഇടും. ഓക്കെ ഇതവിടെ ചൂടാവട്ടെ. നമുക്കപ്പോൾ ഇച്ചിരി വുഡ് കിട്ടിട്ടുണ്ട്. വുഡ് കിട്ടുമ്പോൾ ആഡ് സൗണ്ട് പെട്ടെന്ന് പറയും. വുഡ് കിട്ടാൻ പറ്റും. ഓക്കെ നമ്മളിപ്പോൾ ചേണ്ട അവിടെ കിട്ടത്തില്ലേ? ഇല്ലേ വുഡ് എടുത്തിട്ടുണ്ട്. 17, 18, 19 ആയി. അയ്യോ അതവിടെ കുടുങ്ങി. ഈ വുഡ് വെട്ടുമ്പോഴും ആ വുഡ് വെട്ടുമ്പോഴും ഒരേതാവും. നിങ്ങൾ ഈ എപ്പിസോഡ് കുറേ ഉണ്ടായിരിക്കും. ഈ എപ്പിസോഡ് ലാസ്റ്റ് എന്തോ എൻഡർ ഡ്രാഗനെ കൊന്നാൽ നമ്മുടെ ഈ സീരീസ് തീരത്തുള്ളൂ. നിങ്ങളൊക്കെ നിങ്ങളല്ല ഉണ്ട്. ഇതും കൂടെ വെച്ചേക്കാം. വുഡല്ല അതിൽ എന്നിട്ട് വുഡ് ഇങ്ങനെ വെച്ചാക്കാം. ഇങ്ങനെ വെച്ചാക്കാമല്ലോ. 64 64ആയി. ഇതിനകത്ത് എത്ര ഉണ്ട്? 25 60ആയി. 60
ഇത് വെക്കുമ്പോൾ എന്തായി? ഓക്കെ അല്ല ഇല്ല, ഫുഡല്ല ഇത് കഴിച്ചില്ല. അല്ല ഇത് കഴിക്കണ്ട. നമുക്കിനി ഇത് പൊട്ടിച്ചേക്കാം. ഷീപ്പിൽ നമുക്ക് കൊന്നേക്കാല്ലേ എന്തായെങ്കിൽ ഷീപ്പിനെ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇവിടെ കൂടെ എടുക്കണം. ബ്രെഡ് ഉണ്ടാക്കാൻ പെട്ടെന്ന് പറ്റി കേട്ടത്. എങ്ങോട്ടാ പോകണ്ടേ? ഇവിടെ നോക്കിയാലും വെള്ളമാണല്ലോ. എവിടെ നോക്കിയാലും വെള്ളമാണല്ലോ. അതായത് എവിടെ നോക്കിയാലും വെള്ളമാണ്. അയ്യോ ഇത് എവിടെ നോക്കിയാലും വെള്ളമാണ്. തൊട്ടടുത്ത് വേറെ രാത്രി പറയോ? അയ്യോ രാത്രി പറയും. ഇത് എങ്ങോട്ട് പോകാനാ? ഇവിടെ ഫുള്ളും വെള്ളമാണ്. നമ്മൾ വെള്ളത്തിൻ്റെ അടുത്താണ് കിട്ടേ. അയ്യോ അതെന്നാ പണിയുന്നത്? വെറുതെ ഇത്ര ഷീപ്പ് കിട്ടിയത്. രാത്രിയായി പോകുന്നു. അയ്യോ നമ്മളെപ്പോൾ തന്നെ നമുക്ക് ബെഡിൽ ചേർന്ന് തുടങ്ങാം. കിടക്കാൻ പറ്റില്ലല്ലോ. അയ്യോ മാറിപ്പോയി, സ്വിച്ച് മാറിപ്പോയി. നമ്മൾ കിടന്നു. പക്ഷെ നമ്മൾ വെള്ളത്തിന് റീസ്പോൺ പോയിന്റ് സെറ്റ് ബെഡ് വെച്ച റീസ്പോൺ പോയിന്റ് ആവില്ലേ? ഇത് ബോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ലാഫ്റ്റിൻ്റെ അവിടെ എടുത്ത് ബോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. ബോട്ടെല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ? ബോട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ. ബോട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ബോട്ടില്ലല്ലോ. സെർച്ച് ചെയ്യാൻ പറ്റും. സെർച്ച് ചെയ്യാൻ പറ്റും. ബോട്ടല്ല, ബാറ്റോ അല്ല. നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ഷവലുണ്ടാക്കണം. എന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ ബോട്ടില്ലേ? അത് ഷവലെന്തുണ്ടാക്കും? ബോട്ട് എടുക്കുമ്പോൾ പറഞ്ഞു അതിന് ബോട്ടില്ലാത്തത്. നോക്കട്ടെ. ബോട്ടില്ല കേട്ടോ. ബോട്ട് വരയ്ക്കാത്തത് അറിയില്ല. ജസ്റ്റ് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചെടുത്താം. ഞാൻ ഇതില്ലേ ഈ പേര് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു വേൾഡിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.